ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണ് CDM യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ കുറേയധികം എംബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് എങ്ങനെയാണ് എംബാങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം എംബാങ്കിന് ഒരുപാട് ബ്രാഞ്ചസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഡൗട്ടൊക്കെയാണ് കുറേ പേർക്കുള്ളത്. അതായത് എംബാങ്ക് അക്കൗണ്ട് ഫാബുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് നമുക്ക് എംബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് എംബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, എംബാങ്കിൽ ഈ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ എമിറേറ്റ്സ് ID ആണ്. നമ്മുടെ എമിറേറ്റ്സ് ID മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പരും ഫോണും വേണം. അതുപോലെ തന്നെ ഒരു റെഫറൻസ് നമ്പരും കൂടെ വേണം. ഈ റെഫറൻസ് നമ്പർ ആദ്യമേ നമ്മൾ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് എടുക്കണം. അപ്പോൾ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ റെഫറൻസ് നമ്പർ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള റെഫറൻസ് നമ്പർ എടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം CDM യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യമേ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ റെഫറൻസ് നമ്പർ ഒന്ന് എടുത്തിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് സർവീസസ് എന്നുള്ള ഓപ്ഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫാബ് ATM ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇതിൻ്റെ അകത്ത് I agree എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. I agree എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൻ്റെ അകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എമൗണ്ട്, അതായത് എത്ര രൂപയാണോ നിങ്ങൾ അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് റെഫറൻസ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നമ്പറാണ് നമ്മൾക്ക് ഈ ATM, അതായത് നമ്മളുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഈ നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അതായത് ഈ നമ്പറിൻ്റെ എക്സ്പയറി ഡേറ്റും എക്സ്പയറി ടൈമും നമുക്കിതിൻ്റെ അടിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് റെഫറൻസ് നമ്പർ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ റെഫറൻസ് നമ്പരും ഉണ്ട്, നമ്മുടെ എമിറേറ്റ്സ് ID ഉണ്ട്. അപ്പോൾ ഈ എമിറേറ്റ്സ് IDയും ഈ റെഫറൻസ് നമ്പരും ഉപയോഗിച്ച് എങ്ങനെയാണ് എംബാങ്കിൻ്റെ CDM യൂസ് ചെയ്ത് നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഫാബിൻ്റെ CDMൽ പോവുക. CDM ഓപ്പൺ ആക്കിയതിന് ശേഷം ഡെപ്പോസിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജും കൂടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൻ്റെ അകത്ത് എംബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് നമ്പർ ആഡ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി എംബാങ്ക് ആപ്ലിക്കേഷനിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്ന റെഫറൻസ് നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതായത് നമ്മുടെ എമിറേറ്റ്സ് ID ഈ മെഷീൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ എമിറേറ്റ്സ് ID ഈ മെഷീൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ എമിറേറ്റ്സ് ID ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അതായത് പ്ലീസ് ഇൻസേർട്ട് യുവർ ക്യാഷ്, അതായത് നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ട്രേ ഓപ്പണായി വരുന്നതായിരിക്കും. ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഫണ്ട് ആ ട്രേക്കുള്ളിൽ വെക്കുക. വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തി ടോട്ടൽ എമൗണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ടോട്ടൽ എമൗണ്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മളിട്ട ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ തന്നെ CDMൽ നിന്നും ഒരു ബില്ല് നമുക്ക് പ്രൂഫായിട്ടും ലഭിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് ഫാബിൻ്റെ CDM യൂസ് ചെയ്ത് എംബാങ്ക് അക്കൗണ്ടിലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഞാൻ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ UAEയിൽ എംബാങ്ക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.